ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട് ഇത്. അതുപോലെ ഇത് നമുക്ക് രണ്ട് രീതിയിലും ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ദോശ റൈസാണ് കേട്ടോ. സാദാ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ നമുക്കിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ 1 കപ്പ് ചോറ് തന്നെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. അതുപോലെ ഒരു 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ നോർമൽ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ അത് കുറച്ചൊന്ന് പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് അരക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു വലിയൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ഒഴിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് ആക്കിയെടുത്താൽ മതി. ഒരു ഇച്ചിരി ലൂസായിട്ടാണല്ലോ നമ്മുടെ ആ ഒരു അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നാക്കിയെടുക്കാം കേട്ടോ. ഇതിനൊരു 2 മണിക്കൂറൊന്ന് മാറ്റി വെക്കണം. 2 മണിക്കൂറാകുമ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരും. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ വെക്കാം. നമ്മളപ്പോൾ മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് പൊങ്ങി പുറത്തേക്ക് വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് 2 മണിക്കൂർ മാറ്റി വെച്ചപ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വന്നാൽ പിന്നെ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മളപ്പം തന്നെ ദോശ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അപ്പോൾ ആവശ്യാനുസരണം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ദോശ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ രാത്രി ഇതുപോലെ നമ്മൾ മാവൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് കുറേ പണിയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ചെയ്താൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു മാവ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നല്ലോണം മൊരിച്ചെടുക്കണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ മാറ്റാം കേട്ടോ. ഇത്രയും മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറാകുമ്പോൾ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ കുറച്ചും കൂടെ മുമ്പ് തന്നെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പം നല്ല പാകത്തിനുള്ള നമ്മുടെ ഈ ഒരു വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരിങ്ങനെ ചെയ്ത് നോക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പച്ചട്ടി ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലും സാധാരണ ചെയ്യുന്ന പോലെ തട്ടുദോശയൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു രീതിയിലും ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.